യോശുവ ജനത്തിന്റെ പ്രമാണികളോട് കൽപ്പിച്ചു സാധിക്കുന്ന കൽപ്പന, അവരോട് പറയുന്നത് 3 ദിവസത്തിനകം നമ്മൾ എങ്ങോട്ട് പോകാൻ പോകുക. കഴിഞ്ഞ 40 ചില്ലുവാനും വർഷങ്ങൾ അവർ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ വാഗ്ദത്ത നാട്ടിലേക്ക് അവർ കടന്നു ചെന്നിട്ടില്ലേ. വാഗ്ദത്തം ലഭിച്ചുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങിത്തിരിച്ചെങ്കിൽ കഴിഞ്ഞ 40 വർഷമായിട്ട് അവർക്ക് യാതൊരു വാഗ്ദത്ത നാട് എന്തെന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കാതെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ മാത്രമാണ് അവർക്ക് മുൻപിൽ കാണുവാൻ സാധിക്കുന്നത്. ഈ 40ാമത്തെ വർഷത്തിന്റെ അവസാന സമയത്തിലേക്ക് കടന്നു വന്നപ്പോൾ യോശുവ ജനത്തോട് പറയുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. അതിന്റെ 11ാമത്തെ വാക്യം പറയുന്ന ഇപ്രകാരമാണ്: നാം 3 ദിവസം കഴിയുമ്പോൾ നാം യോർദാൻ കടക്കുവാൻ പോകുകയാണ്. ഒന്ന് പറഞ്ഞാട്ട്, 3 ദിവസം കഴിയുമ്പോൾ യോർദാൻ കടക്കുവാൻ പോകുക. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണമേ, ഞാനും നിങ്ങളും എന്നെയും നിങ്ങളെയും സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന ദൈവം വിളിച്ചത് യോർദാന്റെ അക്കരെ നിൽക്കുവാനല്ല, വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തുവാനാ. ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. ഞാനും നിങ്ങളും ആ വാഗ്ദത്ത നാട്ടിൽ ചെന്നെത്തണമെന്നുള്ളത്. പക്ഷെങ്കിൽ ഈ കഴിഞ്ഞ നാളുകളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വേദനയുടെയും ഭാരങ്ങളുടെയും അവസ്ഥകൾ മാത്രമേ ഈ കൂട്ടത്തിന് കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയാണ് യോശുവ ഒന്ന് ജനത്തെ ഒന്ന് എൻകറേജ് ചെയ്തത്. ഞാൻ ആ യോശുവയുടെ എൻകറേജ്മെന്റ് 11ാമത്തെ വാക്യം ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം കാണുകയുണ്ടായി. അതിനകത്ത് ഒരുക്കപ്പെട്ടതായിരിക്കുന്ന വാക്യങ്ങൾ വളരെ വിലപ്പെട്ടതാണ്.